രാജു എന്ന് പറയുന്ന ഒരു യാചകൻ. ഈ യാചകന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ കിട്ടും. പലപ്പോഴും ഇയാൾ എന്ത് ചെയ്യും, ഒന്ന് വൈകുന്നേരം ആകുമ്പോൾ ആ കയ്യിലുള്ള പൈസയൊക്കെ മറ്റ് കുറഞ്ഞു കിട്ടാത്ത ആളുകൾക്കും കൂടി പങ്കുവെച്ചു കൊടുത്തിട്ട്, എത്ര ഉദാരമതിയായ ഒരു യാചകൻ, ഉദാരമതിയായ സമ്പന്നനെ കുറിച്ച് നമ്മൾ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് കൊടുക്കുന്ന സമ്പന്നരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ ഡെയിലി യാചിച്ച് കിട്ടുന്നതിൽ നിന്ന് അവന് കൂടുതൽ കിട്ടും. അപ്പൊ അവൻ എന്ത് ചെയ്യും, ഒട്ടും കിട്ടാത്ത ആളുകൾക്കത് എല്ലാ ദിവസവും പങ്കുവെച്ചുണ്ട്. അപ്പൊ അവന്റെ മനസ്സിൽ തന്നെ അവനറിയാം, ഞാൻ ഒട്ടും അത്യാഗ്രഹിയല്ല, കാരണം ഞാൻ യാചിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്നും ഞാൻ എല്ലാവർക്കും, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഉദാരമതി എന്ന് പുള്ളിക്കറിയാം. അവൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ എത്രയോ സമ്പന്നർ ചെയ്യാത്ത, എത്രയോ കോടാനുകോടി രൂപയുടെ സ്വത്തുള്ളവർ ചെയ്യാത്ത ഒരു ദാനമാണ് ഈ യാചകനായ ഞാൻ. ഓരോ ദിവസവും യാചിച്ച് കിട്ടുന്ന പണത്തിൽ നിന്നും ഞാൻ കൂടെയുള്ളവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുവാണ്, പങ്കിട്ട് കൊടുക്കുവാണ്. ഒരു ദിവസം വളരെ ധനികനായ ഒരു വ്യാപാരിയാ മാറി. അദ്ദേഹം വൈകുന്നേരം വരെ അവിടെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിന്നു. പോയപ്പോ ഇതൊക്കെ എല്ലാവർക്കും ദാനം ചെയ്തിട്ടാ പോയത്. ഇദ്ദേഹം ഇത് ശ്രദ്ധിച്ചു. ആ വ്യാപാരി പോകുന്നതിന് മുമ്പ് രാജുവിന് ഈ അയാളുടെ ഉദാര മനസ്സ് കണ്ടിട്ട് ഒരു സ്വർണ്ണ നാണയം കൊടുത്തു. ഇന്ന് വരെ ഈ വിഷയിരിക്കുന്ന ആർക്കും ഒരു സ്വർണ്ണ നാണയം കിട്ടും. അപ്പൊ ഇത് സ്വർണ്ണ നാണയം കിട്ടിയോടുകൂടി രാജു ആ സ്വർണ്ണ നാണയം ഇന്ന് പങ്കുവെക്കേണ്ട, ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമല്ലേ. ആ നാണയം പതിയെ മുറുകെ പിടിച്ച് പോക്കറ്റിനകത്ത് ഓരോ ദിവസവും കടന്നുപോയി. ആ സ്വർണ്ണ നാണയത്തില് രാജുവിന് ഒരു ഭ്രമം തോന്നി. സ്വർണ്ണ നാണയം ബാക്കി വരുന്നതെല്ലാം പങ്കിടും, പക്ഷെ ആ സ്വർണ്ണ നാണയത്തെ കുറിച്ച് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇത് ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എതില് പോയാലും ആ സ്വർണ്ണ നാണയം പോക്കറ്റിൽ കൊണ്ടുപോകും. ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് നോക്കും. ഇനി ഒരിക്കലും ഇത്തരം ഒരു സ്വർണ്ണ നാണയം കിട്ടിയില്ലെങ്കിലോ എന്ന് അയാളുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അയാള് അടുത്ത സ്വർണ്ണ നാണയം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ അയാള് വൈകുന്നേരം ഈ പങ്കിടുന്ന പരിപാടി നിർത്തി. ഒരിക്കൽ വൃദ്ധയായ ഒരു സ്ത്രീ ഇത്രയും ഉദാരമതിയായിരുന്ന രാജുവിന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങി തരാമോ എന്ന് ചോദിച്ചു. രാജു പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. കാരണം പുതിയ സ്വർണ്ണ നാണയം ഉണ്ടാക്കണ ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത്. പുഞ്ചിരിച്ചുകൊണ്ട് ആ വൃദ്ധ പറഞ്ഞു, അത്യാഗ്രഹം എന്ന് പറയുന്നത് സമ്പത്തിൽ മാത്രമല്ല, ഉള്ളത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൂടി അത്യാഗ്രഹത്തിന്റെ ഭാഗമാണ്. ഉള്ളത് നിങ്ങൾ എന്തെങ്കിലും ആയിട്ടാണോ ഈ ഭൂമിയിലിട്ട് വന്നത്? നിങ്ങൾ വെറും രണ്ട് തുറന്നു വച്ച കൈകളല്ലാതെ ഒന്നുമില്ലാതെ വന്നവരാണ് നിങ്ങൾ. ഒന്നുമില്ലാതെ അത് മനുഷ്യൻ മറന്നുപോകും. അവിടെയാണ് ഈ മണ്ണിട്ട് മൂടുന്നത്. അവിടെയാണ് നമ്മുടെ മൂടുപടം വന്നു വീഴുന്നത്. ഒന്നുമില്ലാതെ, ഒരു സ്ഥാനമില്ലാതെ ഇങ്ങോട്ട് വന്ന മനുഷ്യൻ ഉള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ്. ഉദാരമതികളായ മനുഷ്യർ പോലും, ഒത്തിരി ഉദാരമതികളാണ്, എന്ത് ചോദിച്ചാലും കൊടുക്കുന്നവർ പോലും അവരുടെ ഉള്ളില് ഉള്ള വികാരം, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉള്ളത് നഷ്ടപ്പെടുമോ എന്ന് രാജുവിന് മനസ്സിലായി. തന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തിന്റെയാണ്. പെട്ടെന്ന് ആ സ്വർണ്ണ നാണയം